ആദ്യം എന്ത് ചെയ്യണം ഫോൺ വിളിച്ചാൽ? ഹലോ എന്ന് പറയണം. ഫോൺ വിളിച്ചാൽ എന്താ പറയണ്ട ആദ്യം? ഇതാരാണ് എവിടെ നിന്നാണെന്ന് പറയണ്ടേ? അങ്ങനെ ഒരു ബോധമൊന്നുമില്ല. അറിയൂ. പെട്ടെന്നല്ലാണ്ട് പതുക്കെ പതുക്കെ പറയണം. പറയൂ. പറയൂ, ആരാണ് എവിടെ നിന്നാണെന്ന് പറഞ്ഞാൽ പോരെ, തീർന്നില്ലേ? ഈ എക്സ്ക്യൂസ് പറയുന്നതിന് പകരം ചെയ്ത തെറ്റ് അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയുന്നതിന് പകരം കറക്റ്റ് ചെയ്താൽ പോരെ പെട്ടെന്ന് തന്നെ. പറയൂ എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ട അപ്പോൾ? ആ, അങ്ങനെയാണ് ആദ്യം തുടങ്ങേണ്ടത്. മഹിമ എവിടുന്നാ? ഓക്കെ, അത് രണ്ടുമാണ്. ഞാൻ മഹിമയാണ്, കൊല്ലത്തുനിന്നാണ്. എന്താ ചെയ്യണത് അതും കൂടി പറയണ്ടേ? സാറല്ല, ഡോക്ടർ TPS. സാറില്ല എന്ന് പറഞ്ഞില്ലേ? ആ, ഡോക്ടർ TPS. ഞാൻ കറന്റ്ലി +2 പഠിക്കുകയാണ്. ഓക്കെ. ഐസറിനുള്ള മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണോ പഠിക്കണത് +1 +2? അതെ അതെ. ഓക്കെ. നന്നായിട്ട് പഠിക്കുമോ? നല്ല റിസൾട്ട്, അത്യാവശ്യം നല്ല റിസൾട്ടാണ്. അപ്പോൾ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും എഴുതുക, എല്ലാ എൻട്രൻസ് എക്സാമും എഴുതുക, JEE, നീറ്റ്, അതിൻ്റെ കൂടെ ഐസർ എഴുതുക. എന്തൊക്കെ എഴുതാൻ പറ്റുമോ +1 +2 ബയോ മാത്സ് പഠിച്ച ആൾക്ക് അതൊക്കെ എഴുതാം. അതാണ് വേണ്ടത്. എന്നിട്ട് കിട്ടുമ്പോൾ തീരുമാനിക്കാം. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, പ്രിപ്പയർ ചെയ്യുക. പിന്നെ വേറെന്താ ചോദിക്കാനുള്ളൂ? സാർ, എനിക്ക് റിസർച്ചിൽ സ്കില്ലുണ്ടോന്നൊരു ഡൗട്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു ഇൻസ്ട്രക്ഷൻ പറഞ്ഞാൽ അതുപോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ആൾക്ക് റിസർച്ചിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ എന്താ പറഞ്ഞത്? തന്നെ സാറിന് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ഈ സെൻറ്റൻസ് തുടങ്ങിയത് തന്നെ സാർ എനിക്ക് റിസർച്ച് നല്ല തുടങ്ങിയത്. ശ്രദ്ധ എന്താ വേണ്ടത്? ശ്രദ്ധ വളരെ കോൺഷ്യസ് ആയിട്ട് സംസാരിക്കുക. മനസ്സിലായോ? റിസർച്ചിന് ഏത് സബ്ജക്റ്റിനോടാ താല്പര്യം? കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിലെ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ സയന്റിസ്റ്റിന്റെ പേര് പറയും. ആറ്റം കണ്ടുപിടിച്ചതാരാ? ഡാൾട്ടൺ. എവിടെയാ അദ്ദേഹത്തിന്റെ നാട്? ഇംഗ്ലണ്ടാണോ? താല്പര്യം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ സ്പോർട്സിൽ താല്പര്യമുണ്ട്, സിനിമയിൽ താല്പര്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താ ചെയ്യുക? അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അങ്ങനെയല്ലേ ചെയ്യാം? അതുപോലെ ചെയ്യാം. കെമിസ്ട്രിയിൽ ഓർഗാനിക് ആണോ ഇൻഓർഗാനിക് ആണോ ഇഷ്ടം? ഞാൻ +1 പഠിച്ചപ്പോൾ എനിക്ക് ഈക്വലി ഇഷ്ടപ്പെട്ടു. എന്താണ് ഓർഗാനിക്കും ഇൻഓർഗാനിക്കും തമ്മിലുള്ള വ്യത്യാസം? ഇൻഓർഗാനിക്കില് ബയോയും കൂടെ ഇച്ചിരി മിക്സ് ആണ്. എന്താ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൈഡ്രോകാർബൺസിനെ പറ്റിയുള്ള ഡിക്ഷണറി നോക്കിയോ ഓർഗാനിക് എന്നുള്ളതിന്റെ അർത്ഥം? ഇല്ല. അപ്പോൾ എല്ലാ ടെക്നിക്കൽ ടേംസും എടുക്കുക, അതിന്റെ അർത്ഥം ഡിക്ഷണറിയിൽ നോക്കി പഠിക്കുക. അപ്പോൾ ഞാൻ നാളെ ഓർഗാനിക് എന്താന്ന് ചോദിച്ചാൽ ഡിക്ഷണറിയിൽ പറയുന്നത് പോലെ പറയാൻ പറ്റണം. എങ്ങനെ ഉണ്ടാവും അങ്ങനെ പഠിച്ചാൽ മോള്? അപ്പോൾ സബ്ജക്റ്റിൽ താല്പര്യം വരും. ഓരോ ടെക്നിക്കൽ ടേംസും എടുക്കുക. ഞാൻ ഏത് ഡിക്ഷണറി നോക്കാനാ പറയാതെ എൻ്റെ വീഡിയോയിൽ? എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ എല്ലാ വീഡിയോ ഒന്നും കാണാറില്ല. ഓക്കെ, അതിൽ ഞാൻ wordhippo.com
ആ ഡിക്ഷണറി നോക്കുക, ഓരോ വാക്കെടുക്കുക, അതിൻ്റെ അർത്ഥം നോക്കുക. അങ്ങനെ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നല്ല കോൺഫിഡൻസ് കിട്ടും. സബ്ജക്റ്റ് എനിക്കറിയാം എന്നുള്ളൊരു ബോധം വരും. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ തുടങ്ങാം. ഓക്കെ. പിന്നെ ഞാൻ അടുത്ത കാലത്ത് വന്നിരുന്നു കൊല്ലത്ത് SN സ്കൂള് ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിന്, ടീച്ചേഴ്സിനെ പഠിപ്പിക്കാൻ. അപ്പോൾ കാണാം എപ്പോഴെങ്കിലും. ഒരു വാട്സപ്പ് അടിച്ചിട്ട് മോള്. ഓക്കെ. അമ്മ ഉണ്ടോ അടുത്ത്? കേൾക്കുന്നുണ്ടോ? അമ്മ എന്ത് പറഞ്ഞു? എന്താ ചിരിക്കണേ? ഹാപ്പി ആയതുകൊണ്ടാണ് കരയാത്തത്? അപ്പൊ സന്തോഷം. ആരാ കണ്ടുപിടിച്ചത്? അമ്മ കണ്ടുപിടിച്ചതെന്നാണോ എൻ്റെ പേര്? എല്ലാ മക്കളൊക്കെ കാണില്ല, അമ്മമാരാ കാണുക എൻ്റെ പ്രോഗ്രാംസ് ഒക്കെ. നല്ല കമ്പനി ഉണ്ടാവണം. നല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചാൽ എളുപ്പം പഠിക്കാൻ പറ്റും. 30 points to students, 20 points to parents and teachers. ഒരു ബ്ലോഗ് ഉണ്ട്, എങ്ങനെയാ പഠിക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ട് അതിനകത്തുണ്ട്. ഓക്കെ. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഒരു